ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ സ്പാനിഷ് ഓംലെറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിക്കാണ്ടിരിക്കും, അങ്ങനത്തെ ഇതുകളൊക്കെ ചെയ്യുന്നതിന് കൂടിയിട്ട് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതൊരു 1 മന്ത് കോഴ്സാണ് ശരിക്കും. അപ്പോൾ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അത് എഫക്റ്റ് ചെയ്യും എന്നൊന്നും അറിയില്ല. ഞാനിപ്പോൾ ഇന്നലെ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ക്യാരറ്റും ക്യാപ്സിക്കം പിന്നെ ഈ ബീൻസിൻ്റെ പയറാണ്. ബീൻസിൻ്റെ പയർ ഇതിലിടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടുന്നതാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അപ്പോൾ ശരിക്കും ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ചായയാണ് കുടിക്കാറ്. പാൽ ചായ കുടിക്കും ഞാൻ. ശരിക്കും അന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഊർജം എന്ന് പറയുന്നത് ആ ഒരു ചായയാണ്. പലപ്പോഴായിട്ട് അത് നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ കുറച്ച് റിസ്ക്കാണ്. കുടിച്ച് ശീലമുള്ളവർക്ക് എന്താ പറയുക, നല്ല തലവേദന അത് നിർത്താനായിട്ട്. പല ട്രിക്കുകളും പരീക്ഷിക്കാറുണ്ട് സത്യത്തിൽ, പക്ഷേ ഈ തൈറോയിഡും കൂടിയുള്ള കാരണം അത്രക്കങ്ങോട്ട് മാറ്റങ്ങൾ വരാറില്ല. പിന്നെ എക്സസൈസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിരുന്നൊരു സംഭവമാണ്. ഇപ്പോൾ കുറച്ച് എൻ്റെ വീട്ടിൽ വാപ്പാക്കൊക്കെ പെട്ടെന്ന് വയ്യാണ്ടായ കാരണം എനിക്ക് എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, സുംബയുടെ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ശരീരപ്രകൃതം വെച്ചിട്ട്, അതായത് തൈറോയിഡ് ഉള്ള കാരണം എക്സസൈസ് നടത്തം ഇതൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അത് എനിക്ക് ശരിക്കും അത് കാണിക്കും. അപ്പോൾ നമുക്കൊരു കഷ്ണം ക്യാപ്സിക്കം അങ്ങനെ നടും കട്ട് ചെയ്തിട്ട് ചെറിയൊരു കഷ്ണം എടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ഒരു 9 മണിയാകുമ്പോൾ ശരിക്കും അവർക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിള്ളേരൊക്കെ പോണ കാരണം ചെറുതായിട്ടൊന്ന് ലേറ്റായി. നമുക്കിത് വേഗം ചെയ്തിട്ട് 3 കോഴിമുട്ടയാണ് കേട്ടോ അതിന് വേണ്ടത്. അവരൊരു കണക്കെന്ന് പറയുന്നത് 3 എണ്ണമാണ്. കുറച്ച് ശേഷം എടുക്കണുള്ളൂ, ഫസ്റ്റത്തെ ആയ കാരണം ഇനി പറഞ്ഞ പോലെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുറച്ച് പച്ചക്കറികൾ ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാം. അവർ നമ്മളോട് പറഞ്ഞേക്കണം എന്താണെന്ന് വെച്ചാൽ, കോഴിമുട്ടൊക്കെ കഴിച്ചിട്ട് മടുക്കുമ്പോൾ അവരോട് പറഞ്ഞാൽ മതി, അവർ ഡയറ്റിൻ്റെ ചാർട്ട് മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അവർ പറഞ്ഞേക്കുന്നത് ഈ സ്പാനിഷ് ഓംലേറ്റും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ മധുരമിടാത്ത, ഉപ്പിട്ട് കൊടുക്കട്ടെ, മധുരമിടാത്ത ചായയോ പാൽ ചായയാണ് പറഞ്ഞേക്കുന്നത്. അത് വേണമെങ്കിൽ കോഫി ആയിട്ട് വേണമെങ്കിൽ കുടിക്കാം, ചായ ആയിട്ട് കുടിക്കാം. ശേഷം കുരുമുളക് പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഇതും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും 1000 രൂപയുടെ ഡയറ്റ് പ്ലാനാണ് ഇത്. ഒരുപാട് ആളുകൾ ചെയ്തിട്ട് റിസൾട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ 1000 രൂപ മുടക്കുന്നതിന് പകരമായിട്ട് ഞാൻ ഈ ഡയറ്റ് ചാർട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്, എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്, ഞാൻ കഴിക്കുന്നതോടൊപ്പം ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഇടുന്നത്, അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ പല നിറങ്ങളുള്ള പച്ചക്കറികൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് ഫ്രൈ പാനിൽ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം.
ക്യാപ്സിക്കം മാത്രം വെച്ച് ചെയ്യണവരുണ്ട്. പിന്നെ ഇതുപോലെ പച്ചക്കറികളൊക്കെ നമുക്കൊരു വിശപ്പ് മാറാനായിട്ട് ഇനി നമുക്ക് 11 മണിക്കാണ് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് വിശപ്പ് മാറാനായിട്ട് കുറച്ച് പച്ചക്കറികളും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇത് കനം ഉള്ളതുകൊണ്ട് പക്ഷേ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള കാരണം അത്യാവശ്യം കനം ഉണ്ടാവും. അപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കനം ഉണ്ട്, ഇവിടെ അങ്ങോട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ മറിച്ചിടാൻ നമുക്ക് പറ്റില്ല. ഫ്രൈ പാൻ കൂടി നമുക്ക് മറിച്ചിടാൻ നമുക്ക് റിസ്ക് ആണ്. നമുക്ക് കുഴപ്പമില്ല, കട്ട് ചെയ്ത് എടുക്കാം. 3 കോഴിമുട്ട എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഉണ്ടാവും. അതുകൂടെ വെജിറ്റബിൾസും കൂടി കൂടുമ്പോൾ കുറച്ച് കറി ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാലാണ്. അത് ചായയായിട്ട് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം, പാലായിട്ട് കുടിക്കുന്നവർക്ക് അങ്ങനെ കുടിക്കാം. നിങ്ങളുടെ ഇഷ്ടം, മധുരം യൂസ് ചെയ്യരുത്. നമ്മളുടെ വാങ്ങിച്ച പാലെടുക്കാം. വാങ്ങിച്ചാണ് ലേശം വെള്ളം വെച്ചെടുക്കാം. ഡയറ്റിലെ ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇതാ സ്പാനിഷ് ഓംലേറ്റും ഞാൻ പാലുമാണ് ഇന്ന് കുടിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഫോളോ ചെയ്തു ഒരു മാസം കൊണ്ടൊരു 4 അല്ലെങ്കിൽ 5 കിലോ എന്തായാലും കുറയും എന്നുള്ളത് 100% ഉറപ്പാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വിശപ്പ് മാറാനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. എന്തായാലും കോഴിമുട്ട ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ക്യാരറ്റും ക്യാപ്സിക്കം ബീൻസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് മാറാനും ഇത് അടിപൊളിയാണ്. എന്തായാലും നിങ്ങളത് ഫോളോ ചെയ്തു. അപ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഷുഗർ ഒഴിവാക്കുക. സംഭവം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാനതൊരു ഡയറ്റ് എന്നുള്ളൊരിത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ഒരാളുടെ സിവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയറ്റിൻ്റെ ഇതാണത്. അപ്പോൾ അവരുടെ കീഴിലാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ശരിക്കും നമ്മളിത് കറക്റ്റായിട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരാളെ നിയന്ത്രിക്കാനുണ്ടാവും. ഇന്നത് കഴിക്കുക, അത് കഴിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് ഇന്നതാണ് കഴിക്കുന്നവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക. ശരിക്കും നമുക്കൊരു പേടി ഉണ്ടാവും, അത് ഇന്നത് അയച്ചു കൊടുക്കണം എന്നുള്ളത്. അത് കൂടുതൽ സത്യസന്ധതയും ആത്മാർത്ഥതയും തന്നെയാണ് ഇതിന് വേണ്ടത്. കാരണം ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് വേണം എന്നുള്ള ഒരു എന്താ പറയുക നിർബന്ധം നമ്മളെ മനസ്സിന് ആദ്യം നമുക്ക് കൊടുക്കാം. കൺട്രോൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോൾ ശർക്കര, പഞ്ചസാര ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. പിന്നെ
ഉച്ചക്ക് ചോറ് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഉച്ചക്കലത്തെ എന്താ നമ്മളത് ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകും. അപ്പോൾ എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. ഷുഗർ ഒഴിവാക്കുക. ശർക്കര ആയി കഴിഞ്ഞാലും അത് ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കോഴിമുട്ട നമ്മൾ പൊരിച്ചല്ലോ, അതിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് നെയ്യാണ്.